യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രക്ഷകനെ നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്നു. അപ്പാ നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്നു 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 സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ നന്ദി പറയുന്നു നന്ദി പറയുന്നു നന്ദി പറയുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാം സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയൻ്റെ ജീവിതത്തിനും ഒരുക്കി തന്ന മകൾ ഭാഗ്യത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവേ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്ന ൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതലിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മെ പരിപാലിക്കുന്ന എല്ലാ ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ആ കർത്താവിന്റെ കരുതൽ അനുഭവിപ്പാൻ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ പകൽക്കാലം വിട്ടുകൊടുക്കാം. സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ ജയത്തോടെ നടത്തുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. നാം തകർന്നു പോകുക, നിരാശപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഏത് വിഷയത്തിനകത്ത് ഭാരത്തോടായിരുന്നാലും അതിനകത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ കഴിയുന്ന സർവശക്തനായ ദൈവം കൂടെയുണ്ട്. ആ ദൈവത്തിന്റെ സമാധാനം നമ്മുടെ മേൽ പകർന്നു തന്ന് ഈ പൽക്കാലം ജയത്തോടെ നടത്തുവാനായിട്ട് ഇടയത്തിന് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. ദൈവത്തിന്റെ വാക്ക് ചോദ്യം ചെയ്യാതെ അനുസരിച്ച ദൈവപ്രവൃത്തി കാണും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം ദൈവത്തിന്റെ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒത്തിരി ചോദ്യങ്ങൾ കടന്നു വരും. കർത്താവ് നമ്മോട് ചില കാര്യങ്ങൾ അരുളി ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതത്തിനകത്ത് ഇത് നടക്കുമെന്ന് പറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ സാധ്യതകളുണ്ടെങ്കിൽ, സാഹചര്യങ്ങളുണ്ടെങ്കിൽ നാം അതുമായിട്ട് പൊരുത്തപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. മറിച്ച് നമ്മുടെ ജീവിതത്തിനകത്ത് യാതൊരു സാഹചര്യവും ഇല്ലാത്തപ്പോഴാണ് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾ ഒന്നാമതായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതെങ്ങനെ സംഭവിക്കും? ഇതിനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ? ഇത് എവിടെ നിന്നാ ഇതിന്റെ ഉറവിടം വരുന്നത്? ഇത് എന്നൊക്കെ പല കാര്യങ്ങളും നാം എന്ത് ചെയ്യുന്നു നോക്കുവാനായിട്ട് ഇടയായിത്തീരും. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വാക്ക് നാം ചോദ്യം ചെയ്യാതെ അല്ലെങ്കിൽ അതിനോട് മറുതലിക്കാതെ അത് അപ്രകാരം തന്നെ ചെയ്യുന്നവർ ഒരു ദൈവപ്രവൃത്തി കാണുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. സാഹചര്യങ്ങളോ സന്ദർഭങ്ങളോ നമ്മുടെ സിറ്റുവേഷനോ നോക്കിക്കൊണ്ടല്ല ദൈവം നമ്മോട് വാക്കു പറയുന്നത്. വാക്കു മാറാത്ത ദൈവം, നമ്മോട് വാക്ക് പറഞ്ഞ ദൈവം വാക്കു മാറ്റുന്ന ദൈവമല്ല. അങ്ങനെയൊക്കെ ദൈവത്തിന്റെ വാക്ക് ഓ എന്ന് മാത്രമായിരിക്കുന്നു. ആ വാക്കുകളിലേക്ക് ഞാനും നിങ്ങളും ആശ്രയിച്ചുകൊണ്ട് പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നവയ്ക്ക് ജീവിതത്തിന്റെ ഏത് വിഷയത്തിന്റെ മധ്യത്തിലും ഒരു ദൈവപ്രവൃത്തി കാണും. സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കാം, സാഹചര്യങ്ങൾ ഒന്നും പൊരുത്തപ്പെട്ടു വരാത്ത അനുഭവമായിരിക്കാം, അനുകൂലമായി വെളിപ്പെട്ടു വരാത്ത ഒരു അനുഭവം കാണുമായിരിക്കാം. പക്ഷേ അതിന്റെ നടുവിലും കർത്താവ് ഈ പകൽക്കാലം നമ്മോട് എന്തു പറഞ്ഞിട്ടുണ്ടോ ആ വാക്ക് നാം അനുസരിക്കുവാൻ തയ്യാറാക്കുക. അവിടെയാ ദൈവപ്രവൃത്തി കാണുവാൻ സാധിക്കുന്നു. ഒന്ന് ശമൂന്റെ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്ന, അനുസരിക്കുന്ന യാഗത്തെക്കാൾ ശ്രദ്ധിക്കുന്ന കുഞ്ഞാടുകളെ മേധസ്സിനേക്കാളും നല്ലതെന്ന്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമോ, ദൈവത്തിന്റെ വാക്ക് നാം അനുസരിക്കുവാനായിട്ട് ഇടയായി തീരണം എന്ന് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു, അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ശിമോൻ പത്രോസിന്റെ ജീവിതത്തിനകത്ത് ആ ഒറ്റ രാത്രി തന്റെ ജീവിതത്തിനകത്ത് പടക്ക് ശൂന്യമായിരിക്കുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കുന്നു. ഒരു പരാജയത്തിന്റെ രാത്രി എന്ന് നമുക്ക് പറയാം. ആ ഒരു പരാജയത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു കർത്താവ് ആ ഭാഗത്തിലേക്ക് നാം ആദ്യം കടന്നു വരുമ്പോൾ അവൻ ഗന്നേസരത്ത് തടാകത്തിൽ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കാൻ അവന് തിക്കി വന്നു. അപ്പോൾ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്ന് ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ യേശു കർത്താവ് കയറുവാനായിട്ട്. അപ്പൊ ആരിവിടെയെങ്കിലും പടകിൽ കയറിയതല്ല. യേശു കർത്താവ് ശീമോന്റെ
പടകിലേക്ക്, പരാജയപ്പെട്ട് നിന്നവന്റെ പടകിലേക്ക് യേശു കർത്താവ് കയറുവാനായിട്ട് ഇടയെത്തുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നാം എല്ലാം ഉള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് നാം എന്ത് ചെയ്യുന്നു? ആ ഒരു രീതിയിലേക്ക് കടന്നു പോകുവാനായിട്ട്, മറിച്ച് നമ്മുടെ പരാജയം കടന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. ആ ഒരു അനുഭവത്തില് കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയെത്തിരുന്ന അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ശിമോൻ പത്രോസിന്റെ ജീവിതത്തിനകത്ത് കർത്താവ് ആ പടകിലേക്ക് കയറുവാനായിട്ട് ഇടയായി തീർന്നു. ശിമോൻ പത്രോസിന്റെ ജീവിത അനുഭവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കടലിന്റെ ആഴം അറിയാം, എവിടെ വല ഇറക്കി കഴിഞ്ഞാൽ മീന് കിട്ടുമെന്നറിയാം, ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്. ഇതെല്ലാം തന്റെ ജീവിതത്തിനകത്ത് നിൽക്കുമ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആ രാത്രി തന്റെ ജീവിതം പരാജയമായിരുന്നു, ശൂന്യമാക്കപ്പെട്ട അനുഭവമായിരുന്നു. ആ ഒരു അനുഭവത്തിൽ നിൽക്കുമ്പോൾ യേശു കർത്താവ് പടകിലിരുന്ന് ദൈവവചനം ഒക്കെ പറഞ്ഞ ശേഷം യേശു കർത്താവ് ശിമോൻ പത്രോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. സംസാരിച്ചു തീർന്നപ്പോ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. ആമേൻ, സ്തോത്രം. അത് ഈ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, നാം കർത്താവിന്റെ വാക്കിനെ ഒന്നങ്ങ് അനുസരിക്കുവാൻ തയ്യാറാകാം. അവിടെ കാണുവാൻ സാധിക്കുന്നു, ശിമോൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ല. ആ ഒരു അനുഭവം തന്റെ ജീവിതത്തിൽ നിൽക്കുമ്പോൾ അടുത്ത് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താ? എങ്കിലും. ആ ഒരു ഒത്തിരി കാര്യമുണ്ട്. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം. കർത്താവിന്റെ വാക്കിനെ പ്രാധാന്യം കൊടുക്കണം. കർത്താവിന്റെ വാക്കിനെ നമ്മുടെ ജീവിതത്തിനകത്ത് വളരെയധികം ഇമ്പോർട്ടന്റ് കൊടുക്കണം. പലപ്പോഴും നാം ചെയ്യുന്നത്, മറ്റുള്ളവരുടെ വാക്കുകൾ നാം കേൾക്കാറുണ്ട്. മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാം അതനുസരിക്കാറുണ്ട്. പക്ഷേ ഈ പകൽക്കാലം പ്രിയ ദൈവമക്കളെ, ആരുടെ വാക്കുകളേക്കാൾ ഉപരിയായി നാം കർത്താവിന്റെ വാക്കിനെ വല ഇറക്കുവാൻ, അതിന് വില കൊടുക്കുവാൻ ഞാനും നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ നമ്മുടെ പടകിനെ നിറയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. നാം എവിടെ പരാജയപ്പെട്ടോ അവിടെ വച്ച് തന്നെ ആ പരാജയത്തെ ജയമാക്കി തീർക്കുന്ന ഒരു കർത്താവ്. ആ രാത്രി തന്റെ ജീവിതം പരാജയമായിരുന്നു, ശൂന്യമാക്കപ്പെട്ട രാത്രിയായിരുന്നു. പക്ഷേ അവിടെ വച്ച് തന്നെ, ആ രാത്രി തന്നെ തന്റെ പടകിനെ നിറച്ചു കൊടുക്കുക മാത്രമല്ല, തന്റെ പരാജയത്തെ മാറ്റിക്കൊടുത്ത്, തന്റെ ശൂന്യതയെ മാറ്റിക്കൊടുത്തുകൊണ്ട് രണ്ട് ചെറുപടകളെ കൂടി നിറയ്ക്കത്തക്ക രീതിയിൽ എന്റെ സ്വർഗത്തിലെ കർത്താവിന്റെ കരം അവിടെ ചലിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, പലരുടെ വാക്കിനെ നാം വല ഇറക്കിയവരായിരിക്കാം, പലരുടെ സമ്മർദ്ദങ്ങൾക്ക് വല ഇറക്കി കാണുമായിരിക്കാം, പലരും നിന്നോട് പല കാര്യം പറഞ്ഞപ്പോ പലതും ട്രൈ ചെയ്ത് കാണും. നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ കഴിവ്, നമ്മുടെ ബുദ്ധിയൊക്കെ കൊണ്ടുവച്ചുകൊണ്ട് നാം ഒത്തിരി വല ഇറക്കി കാണുമായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം നാം പരാജയത്തിന്റെ മുമ്പിലാണ് നിൽക്കുന്നതെങ്കിൽ, ശൂന്യമാക്കപ്പെട്ടതിന്റെ നടുവിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ പൽക്കാലം പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, കർത്താവിന്റെ വാക്കിന് നീ വല ഇറക്ക്. ഹല്ലേലൂയ. ഒത്തിരി പേരുടെ വാക്കുകളൊക്കെ നീ കേട്ടില്ലേ, ട്രൈ ചെയ്ത് നോക്കിയില്ലേ? എല്ലാം പരാജയം. നിന്റെ ബിസിനസ് പരാജയമായിരിക്കാം, ചിലപ്പോൾ നിന്റെ കുടുംബജീവിതത്തിനകത്ത് പരാജയം അനുഭവിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ തലമുറയുടെ ജീവിതത്തിനകത്ത് പരാജയം അനുഭവിക്കുന്നുണ്ടായിരിക്കാം. ഇതിനകത്ത് നിന്ന് ഈ പരാജയത്തെ ജയിക്കുവാനായിട്ടുള്ള യാതൊരു മുഖാന്തരവും കാണത്തില്ലായിരിക്കാം. ആ ഒരു പരാജയം പറഞ്ഞുകൊണ്ട് നീ ഇരിക്കാതെ, ഈ പകൽക്കാലം കർത്താവ് നിന്നോട് എന്ത് പറയുന്നുവോ അതിന് നീ വലയിറക്കുവാൻ തയ്യാറാക്കുക. നിന്റെ പരാജയത്തെ ജയമാക്കി തീർക്കുന്ന ഒരു കർത്താവുണ്ട്, നിന്റെ ശൂന്യതയെ മാറ്റിത്തരുന്ന ഒരു കർത്താവുണ്ട്, അതെ, നിന്റെ ദുഃഖത്തെ സന്തോഷമാക്കി തീർക്കുന്ന ഒരു കർത്താവുണ്ട്. അതെ, പത്രോസ് ദുഃഖിച്ചും ക്ഷീണിച്ചും ഒക്കെ ആയിരിക്കാം വല കഴിവിയത്. കാരണം രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടില്ല, ഉറക്കളിപ്പ് ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷെ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത അനുഭവം. വല കഴുകി ഭവനത്തിലേക്ക് പോകുവാനായിട്ട് ഇരിക്കുമ്പോ യേശു കർത്താവ് അടുക്കലെത്തി. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നീ കർത്താവിന്റെ വാക്കനുസരിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ഈ പകൽക്കാലം അനുഭവിക്കുന്ന ചില പരാജയത്തെ കർത്താവ് നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുവാനായിട്ട് ഇടയായി തീരാ. നീ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാനായിട്ട് ഇടയായി തീരാ. ചുറ്റുപാടിൽ നിന്ന് പലരും പറഞ്ഞില്ലേ, നീ ഒരു പ്രയോജനമില്ലാത്ത
കർത്താവേ, നിന്നെ കൊണ്ട് ഒന്നിനും കഴിയത്തില്ല, നീ ഒരു പരാജയമാണ്, നീ ഒരു ശൂന്യമാക്കപ്പെട്ട വ്യക്തിയാണെന്നൊക്കെ ലോകം നിന്നെ നോക്കി പറഞ്ഞില്ലേ? പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ശൂന്യത മാറ്റുവാൻ കഴിയുന്ന, നിങ്ങളുടെ പരാജയത്തെ ജയമാക്കി തീർക്കുവാൻ കഴിയുന്ന, നിന്നെ നിന്ദിച്ചവരുടെ മധ്യത്തെ അവർക്കൊരു അനുഗ്രഹമാക്കി തീർക്കുവാൻ കഴിയുന്ന ഒരു സ്വർഗത്തിലെ കർത്താവുണ്ട്. ആ കർത്താവിന് പറയാനിട്ടുള്ളത്, ആഴത്തിലേക്കൊന്ന് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുമീൻ. ഹല്ലേലൂയ. ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഒന്ന് കർത്താവിലേക്ക്, ഒന്ന് ആഴത്തിലേക്ക് ഈ പൽക്കാലം ഇറങ്ങാമോ? കർത്താവിനെ അറിഞ്ഞവരാ, നമുക്ക് ഒത്തിരി എക്സ്പീരിയൻസ് കർത്താവിൽ നിന്നുള്ള വിടുതൽ അനുഭവിച്ചതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കാണുമായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം കർത്താവ് ആഗ്രഹിക്കുന്ന ആ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട്, ആ അറിവൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ആ കർത്താവിലേക്ക് ഒന്ന് ആഴത്തിലേക്ക് ഈ പകൽക്കാലം ഇറങ്ങാമോ? ആ കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക്. അതോടെ പൗലോസ് പറയാനിട്ട്, കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം, നീളം, വീതി ഇവ അറിയുവാൻ. ഹല്ലേലൂയ. ആ ഒരു സ്നേഹത്തിന്റെ ആഴത്തിലേക്ക്, കർത്താവുമായിട്ടുള്ള ആ ബന്ധത്തിന്റെ ആഴത്തിലേക്ക് ഈ പൽക്കൽ ഒരു സ്റ്റെപ്പ് നിനക്ക് വയ്ക്കുവാൻ തയ്യാറാകുന്നുവെക്ക്, നീ പരാജയപ്പെട്ട് നിൽക്കുന്ന മേഖലയിൽ നിന്ന് കർത്താവിന്റെ ജയത്തോടെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ചില പരാജയങ്ങൾ കടന്നു വന്നത് നിന്നെ തകർത്ത് കളയുവാനല്ല, നിന്റെ ജീവിതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിന് വേണ്ടി എത്രേ, നിന്നെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി നിൽക്കുന്നതിന് വേണ്ടി എത്രേ. നീ പുറത്തു നിന്നുകൊണ്ട് ചിലതൊക്കെ പ്രാപിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയുന്നില്ലായിരിക്കാം, മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്നില്ലായിരിക്കാം. ഉള്ളത് കൊണ്ടൊക്കെ നീ സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നത് നിന്റെ കരം കൊണ്ട് മറ്റുള്ളവർക്ക് ചിലത് കൊടുക്കുവാൻ, ചിലരുടെ ജീവിതത്തിൽ ഒരു സൗഖ്യം കൊടുക്കുവാൻ, ചിലരോട് ഒരു ആശ്വാസത്തിന്റെ വാക്ക് പറയുവാൻ, ചിലരെ ഫിനാൻഷ്യലായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുവാൻ കർത്താവ് നിന്നെ ആഗ്രഹിക്കുമ്പോ ഈ പകൽക്കാലം കർത്താവിന് പറയാനായിട്ടുള്ളത്, ഞാൻ നിന്റെ ശൂന്യതയെ മാറ്റിത്തരാം, നിന്റെ പരാജയത്തെ മാറ്റിത്തരാം. നീ ഒഴിഞ്ഞ പടകുമായി ഭവനത്തിൽ പോകാൻ ഞാൻ ഇടയാക്കില്ല, നീ എന്റെ വാക്കനുസരിക്കേ. ഹല്ലേലൂയ. പ്രിയ ദൈവവൈതലേ, പലരുടെ വാക്കുകൾ കേട്ടിട്ടും ക്ഷീണിച്ചും മടുത്തും പരാജയപ്പെട്ടും ഇരിക്കുമ്പോൾ ഈ പകൽക്കാലം കർത്താവിന് നിന്നോട് പറയാനായിട്ടുള്ളത്, കർത്താവിന്റെ വാക്കിനൊന്ന് വലയിറക്ക്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പൗലോസ് സ്തോത്രം പറയുവാനായിട്ട് ഇടയായി തീർന്നു, നാഥാ, ഞാൻ നിന്റെ വാക്കിന് വലയിറക്കാം. ആ വാക്കിനനുസരിച്ച് താൻ അനുസരിക്കുവാനായിട്ട് ഇടയായി തീർന്നു കഴിഞ്ഞപ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, പടക് മുങ്ങുമാറ് പെരുത്ത മീൻ കിട്ടി എന്ന് കാണുവാൻ സാധിക്കുന്നു. തന്റെ പടകിന് മാത്രമല്ല, മറ്റ് ചെറു പടകിനെ കൂടി നിറയ്ക്കത്തക്ക രീതിയിൽ തന്റെ പടകിനെ നിറച്ചു കൊടുത്ത, അതിന്റെ തൊട്ടു മുമ്പ് നാം കാണുവാൻ സാധിക്കുന്നു, തന്റെ പടകിന് പോലും ഒന്നും കിട്ടാതെ ശൂന്യമാക്കപ്പെട്ട് പരാജയത്തിന്റെ ഒരു രാത്രിയാണല്ലോ എന്ന് എഴുതി വച്ചപ്പോ ആ പരാജയത്തിന്റെ രാത്രിയെ ദൈവം മാറ്റിവെച്ചു. ഈ രാത്രിക്കാലം പരിശുദ്ധാത്മ വ്യക്തമായി വിളിച്ചു പറയുന്നു, ചില പരാജയത്തിന്റെ രാത്രി എന്ന് നീ എഴുതി വച്ചത്, എന്റെ ജീവിതത്തിന്റെ വേദനയുടെ രാത്രി എന്ന് എഴുതി വെച്ചത്, എന്റെ ജീവിതത്തിനകത്ത് ചില തിക്ത അനുഭവങ്ങൾ കടന്നു വന്ന രാത്രി എന്ന് എഴുതി വച്ചതിനെ ദൈവം തമ്പുരാൻ ജയമാക്കാൻ പോകിയ യേശുവിന്റെ നാമത്തിൽ ചില പരാജയത്തിന്റെ സ്പിരിറ്റിനെ, ചില ശൂന്യമാക്കപ്പെടുത്തുന്ന അനുഭവങ്ങളെ കർത്താവ് ഇന്ന് പൊട്ടിച്ചു മാറ്റുകയാ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അങ്ങനെ ഈ പ്രിയ ദൈവ പൈതലേ, നമ്മുടെ ജീവിതത്തിലെ പരാജയത്തിനകത്ത് ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെട്ട് നീ ഒരു അനുഗ്രഹപൂർണമായി തീരണമോ? ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിക്കുക. സ്തോത്രം. മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ 1-ാം അധ്യായം 38-ാം വാക്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, മറിയയും ഗബ്രിയ ദൂതനുമായിട്ടുള്ള ഒരു സംസാരത്തിന്റെ ടൈമാ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിന്റെ 34-ാം വാക്യം മുതൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, മറിയ ദൂതനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ തൊട്ടു മുമ്പിലുള്ള ഭാഗങ്ങളിലൊക്കെ കാണുവാൻ സാധിക്കുന്നു, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും എന്നൊക്കെ അവിടെ ദൂതൻ പറയുന്നുണ്ട്. എന്നാൽ 34-ാം വാക്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, മറിയ ദൂതനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ പുരുഷനെ അറിയായിക ഇതെങ്ങനെ സംഭവിക്കും? അപ്പൊ അതെങ്ങനെ ഒരിക്കലും സംഭവിക്കാനായിട്ട് സാധ്യതയില്ലാത്ത ഒരു വിഷയത്തെ പറ്റിയാണ് ദൂതനും
മറിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന. അപ്പോൾ അവർക്ക് ഒരു ജിജ്ഞാസ, അറിയണം എങ്ങനെ ഇത് സംഭവിക്കണെന്ന്. അപ്പോൾ ദൂതൻ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന് ദൂതൻ, പരിശുദ്ധാത്മ നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേരിടും, ആകെ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് പറയുവാനായിട്ട് ഇടയെ തീർന്നു. ഇതെല്ലാം പറഞ്ഞ ശേഷം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് മറിയ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഒരു സമർപ്പണം, ഒരു വിനയം, ഒരു താഴ്മ. ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ. കർത്താവിന്റെ വാക്കിന് അതുപോലെ ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ഇട്ടെടുക്കാമോ? പ്രിയ ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ. നാം ഈ പകൽക്കാലം ഒരു ദൈവപ്രവൃത്തി കാണണമോ? നാം കർത്താവിന്റെ വാക്കിനെ അതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടേണ്ടേ എന്നൊരു മനോഭാവത്തോടെ, ഒരു സമർപ്പണത്തോടെ, ഒരു താഴ്മയോടെ നാം ഏൽപ്പിക്കപ്പെടുവാൻ തയ്യാറാകുമ്പോൾ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. നമുക്കറിയാം, ഭാഗത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരിക്കലും സാധിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷേ അതിന്റെ മുമ്പിലും നാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടുവാൻ തയ്യാറായ ഒരു സമർപ്പണ മനോഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടായ, ഞാൻ നിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ ഭവിക്കട്ടെ. കാരണം അവൾക്കൊരു ഉറപ്പുണ്ടായിരുന്നു, അവൾ കർത്താവിന്റെ ദാസിയാണെന്ന്. കർത്താവിന്റെ വാക്ക് പോലെ എന്റെ ജീവിതത്തിനകത്ത് ഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ തുടർന്നുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് അറിയാന്നുള്ളതാ സംഭവിച്ച കാര്യം. പ്രിയതേ മക്കളെ, അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ഒരു കർത്താവുണ്ട്. പക്ഷെ അവിടെ നമുക്ക് ചെയ്യാനായിട്ടുള്ള കാര്യമുണ്ട്. കർത്താവിന്റെ വാക്കിനെ നാം പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അവിടെ നാം സമർപ്പിക്കപ്പെടുവാൻ, കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും കഴിയണം. അവിടെയാണ്, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. അസാധ്യം എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ച കാര്യത്തെ ദൈവം സാധ്യമാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ, എങ്ങനെ അത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ മറിയ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ കർത്താവിന്റെ ദാസി. ഈ രാത്രി പകൽക്കാലം പ്രിയ ദൈവപൈതലേ, മുമ്പിൽ ചില ദൈവിക ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഇതെങ്ങനെ സാധിക്കുമെന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നുണ്ടായിരിക്കാം. കാരണം സാഹചര്യങ്ങൾ ഒന്നും അനുകൂലമല്ലായിരിക്കാം, സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, അത് നിന്റെ ജീവിതത്തെ വെളിപ്പെട്ട് വരേണ്ടതിനായിട്ട് കർത്താവ് നിന്റെ മേൽ ശക്തി പകരുവാനായിട്ട് ഇടയായിത്തീരും. അതിനു വേണ്ടി നാം ഏൽപ്പിക്കപ്പെടുക. ഞാൻ കർത്താവിന്റെ ദാസേ, നിന്റെ ഹിതം പോലെ എന്റെ ജീവിതത്തിൽ ഭവിക്കട്ടെ. മനുഷ്യരുടെ ഹിതത്തിനോ ശത്രുവിന്റെ ഹിതത്തിനോ ഒന്നുമല്ല, നമ്മുടെ ഹിതത്തിനല്ല നമ്മുടെ ജീവിതത്തിൽ ചലിക്കേണ്ടത്. ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഒരു ഹിതമുണ്ട്. ഹല്ലേലൂയ. ആ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറേണ്ടതിനായിട്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് വിധേയപ്പെടുത്തി കൊടുക്കുമ്പോൾ, നമ്മെ തന്നെ പൂർണ്ണമായി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. ഞാൻ നിന്റെ ദാസിയ കർത്താവേ. അവിടെ ഒരു എളിമ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ കർത്താവിന്റെ ദാസിയ, നിന്റെ ഹിതം പോലെ. ആ ഒരു സമർപ്പണം, ആ ഒരു ഡെഡിക്കേഷൻ ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ കഴിയുമെങ്കിൽ പ്രിയ ദൈവപൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് അസാധ്യമായ ചില കാര്യങ്ങൾ സാധ്യമാകുവാനായിട്ടിടയത്തിരും. ഇതെങ്ങനെ വന്ന് ഭവിക്കും, ഇതെങ്ങനെ സംഭവിക്കും, ഇതൊക്കെയും നാം ദൈവശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കടന്നു വരുന്ന ചില ചോദ്യങ്ങളാ. പക്ഷേ അതിനോട് നാം മറുതലിക്കാതെ ആ ദൈവത്തിന്റെ വാക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ നിങ്ങൾ അനുസരിക്കുവാനായിട്ട്, അതിനുവേണ്ടി ഏൽപ്പിക്കപ്പെടുക, അതിനുവേണ്ടി സമർപ്പിക്കപ്പെടുക. ആ കർത്താവിന്റെ വാക്കിനെ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് അതേപടി നിറവേറേണ്ടതിനായിട്ട്, അതുകൊണ്ട് പറയുന്നു, കേൾക്കുന്ന വചനം വിശ്വാസമായി പരിണമിക്കപ്പെടേണ്ടതിനായിട്ട് നമ്മുടെ ഉള്ളത്തിൽ ഒന്ന് തുറന്നു കൊടുക്കണം. സ്തോത്രം. ഒരു പോസ്റ്റനെ പോലെ നാം അത് ഓപ്പൺ ചെയ്ത മൈൻഡുമായിട്ട് ഇരുന്നാൽ മാത്രമേ ആ വചനത്തെ റിസീവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ആ വചനം ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇന്നലെ കേട്ട ഒരു വചനമായിരിക്കാം, ആ വചനത്തിനകത്ത് ഒരു വിടുതൽ നടന്നിരിക്കും. അതേ വചനം ഇന്ന് കേൾക്കുമ്പോൾ അതേ വിടുതൽ മനോഭാവത്തോടെ ഇല്ല ഇരിക്കേണ്ടത്. ഇന്ന് എന്റെ ജീവിതത്തിനകത്ത് പുതിയതൊന്ന്, ഇന്ന് എന്റെ ജീവിതത്തിനകത്ത് കടന്നു പോകുന്ന സാഹചര്യത്തിനകത്ത് എങ്ങനെയാണ് ദൈവത്തിന് പ്രവർത്തിക്കേണ്ടത്, അത് പ്രവർത്തിക്കുവാനായിട്ട് ഞാൻ നിങ്ങൾ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാക്കുമ്പോൾ, ഞാൻ എൻ്റെ കർത്താവിന്റെ ദാസി. ഈ പകൽക്കാലം നമുക്ക് എത്ര പേർക്ക് ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയും? ഞാൻ കർത്താവിന്റെ ദാസേ, നിന്റെ ഹിതം പോലെ ഭവിക്കട്ടെ. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവമക്കളെ, നാം സമർപ്പിക്കപ്പെടുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, കർത്താവിന്റെ വാക്കിനു മുമ്പിൽ സറണ്ടർ ചെയ്യാൻ തയ്യാറാകുന്നുവെങ്കിൽ, അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുവാനായിട്ടിടയത്തീരും. അതേ 2024 ആരംഭം ഇതുവരെയും, സ്തോത്രം, ചില വിഷയങ്ങൾ സാധ്യമായിട്ടില്ലായിരിക്കാം. ഈ ഒടുവിൽ ടൈമിൽ വന്ന് നിൽക്കുമ്പോൾ ഇനി ഇതെങ്ങനെ സാധിക്കും
ഇന്നും നീ ദൈവസ്വത്ത് കേൾക്കുന്നുണ്ടായിരിക്കാം ഇത് സാധ്യമാകുമെന്ന്. പക്ഷേ അതെങ്ങനെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ നമുക്ക് സംഭവിക്കും എങ്ങനെ എന്ന് അറിയാതിരിക്കുമ്പോഴും കർത്താവിന് നമ്മോട് പറയാനായിട്ടുള്ളത്, നീ കർത്താവിന്റെ വാക്കിന്റെ മുമ്പേ നിന്നെ തന്നെ ഒന്ന് സറണ്ടർ ചെയ്യുക. അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരുമെന്ന് സ്തോത്രം. അതേ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്കൊരു ഭാഗം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവിന്റെ വാക്ക് അനുസരിച്ച അബ്രഹാമിനെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 22-ാം 12-ാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു, ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്, നിന്റെ ഏകജാതന മകനെ തരുവാൻ നീ മടിക്കായിക്കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്നാണ് അവർ അരുളി ചെയ്തു. സ്തോത്രം. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഞാൻ പലപ്പോഴും പറയുന്ന പോലെ അബ്രഹാമിനോട് യഹോവയെ ദൈവം പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായിരിക്കുന്ന ഇസാക്കിനെ യാഗം അർപ്പിക്കുവാനായിട്ട് പറഞ്ഞു. ആ വാക്ക് അനുസരിക്കുവാനായിട്ട് തയ്യാറായ അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ കരുതൽ വെളിപ്പെട്ടു. അബ്രഹാം ദൈവത്തോട് തിരിച്ചു ചോദിക്കുന്നില്ല. ഈ തലമുറയിൽ നിന്നല്ലേ ദൈവം ഒത്തിരി വാഗ്ദത്തങ്ങൾ പറഞ്ഞത്, ഈ ഇസാക്കിനെ കൊണ്ടുപോയി യാഗം അർപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആ വാഗ്ദത്തങ്ങളൊക്കെ നിറവേറും എന്നുള്ള ചോദ്യങ്ങളൊന്നും ദൈവത്തോട് ചോദിച്ചില്ല. ദൈവം പറയുവാനായിട്ട് ഇടയായി തീർന്നപ്പോ ഒരു ഫോഷ്കിനെ പോലെ തന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, ദൈവം നോക്കിക്കോളും മകനെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ബാലനും അവിടത്തോളം കടന്നുപോയിട്ട് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്നൊക്കെയും വിശ്വാസത്തിന്റെ വാക്കുകൾ പ്രഖ്യാപിച്ചിട്ട് ഇസാക്കിനെ യാഗം അർപ്പിച്ചു കഴിഞ്ഞാൽ ആ ചാരത്തിൽ നിന്ന് ഒരു ഇസാക്കിനെ ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവത്തെയാണ് താൻ ആരാധിക്കുന്നതെന്നും തന്നെ വിളിച്ചിറക്കിയതെന്നും ഉത്തമമായ വിശ്വാസം തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് പ്രിയ ദൈവ പൈതലെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അബ്രഹാം മറുതലിച്ചില്ല. അബ്രഹാം ആ വാക്ക് അനുസരിക്കുവാൻ തയ്യാറായി. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, നിന്റെ ഏകജാതന മകനെ തരുവാൻ നീ മടിക്കായിക കൊണ്ട്. ദൈവം എന്താ ചോദിച്ചത്? നിന്റെ ഏകജാതന മകനെ ഇസാക്കിനെ തന്നെ യാഗമർപ്പിക്കുവാൻ ആ വാക്ക് അനുസരിക്കുവാൻ തയ്യാറായി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്. ഞാനിവിടെ 3 കാര്യങ്ങൾ പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഒന്ന്, ദൈവത്തിന്റെ വാക്ക് നാം അനുസരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൈവപ്രവൃത്തി കാണാൻ കഴിയും. എങ്ങനെ എന്ന് കാണുവാൻ സാധിക്കുന്നു. നമ്മുടെ പരാജയം ജയമായി തീരുവാനായിട്ട് ഇടയായി തീരാം. രണ്ടാമത്, ദൈവത്തിന്റെ വാക്ക് അനുസരിച്ച അസാധ്യമായത് സാധ്യമാക്കി തീർക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാനായിട്ട് ഇടയായി തീരാം. 3, ഞാൻ പറയുവാനായിട്ട് ഇടയായി തീർന്നു, ദൈവത്തിന്റെ വാക്ക് നാം കേട്ട് അനുസരിക്കുവാൻ തയ്യാറായ ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരാം. വേഗത്തിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ കർത്താവിന്റെ വാക്കനുസരിക്കുന്ന ഒരു കൂട്ടം ശുശ്രൂഷക്കാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോകുവാനായിട്ട് ഇടയെത്തുന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ആ സംഭവം അറിഞ്ഞിട്ട് യേശുവിന്റെ അമ്മ വിരുന്നുവായുക്കാരോടല്ല ചെന്ന് പറഞ്ഞത്, അവിടെ യേശു കർത്താവ് ഉണ്ടായിരുന്നത് കൊണ്ട് യേശു കർത്താവിനോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ആ മറിയുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. മാതാവിന്റെ ഹൃദയത്തിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. തന്റെ മകനോട് യേശു കർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭവനത്തിലെ കുറവിനെ ദൈവം മാറ്റിക്കൊടുക്കും എന്ന്. സ്തോത്ര. കാരണം നമുക്ക് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, യേശു കർത്താവ് ആരായിരിക്കുമെന്നൊക്കെയാ പറഞ്ഞ കാര്യങ്ങളെയും താൻ വേദനയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോഴും മറിയ ഇതൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്ന അതിൽ നിന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം അവിടെ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ യേശു കർത്താവിനോട് അടുക്കെ തന്നെ ചെന്ന് മറിയ പറഞ്ഞു, മറ്റാരോടും പറഞ്ഞില്ല. യേശു പ്രവർത്തിപ്പാൻ കഴിയുന്ന, ആ ഭവനത്തിലെ കുറവിനെ മാറ്റിക്കൊടുപ്പാൻ കഴിയുന്ന യേശു കർത്താവിനോട് ചെന്ന് പറഞ്ഞു, ഈ ഭവനത്തിലെ വീഞ്ഞ് തീർന്നു പോയി എന്ന്. അവിടെ കാണുവാൻ സാധിക്കും. സ്ത്രീ എന്റെ നായോ വന്നില്ല ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവള് വിട്ടു മാറിയില്ല. അവൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. മറിയ ശുശ്രൂഷക്കാരോട് ചെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ച അത് നിങ്ങൾ ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അപ്പൊ യേശു എന്തെങ്കിലും കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ ശുശ്രൂഷക്കാരോട് യേശു കർത്താവ് മറിയ പറയുന്നുണ്ട്. അപ്പൊ മറിയയ്ക്ക് തന്നെ അറിയാം അതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണമോ, കർത്താവ് എന്തെങ്കിലും കൽപ്പിക്കും. പക്ഷെ അത് ചെയ്യാൻ തയ്യാറായവർ കാണണം. അവിടെ ശുശ്രൂഷക്കാരോട് യേശു കർത്താവ് പറയുന്നുണ്ട്,
ആറ് കൽപാത്രം ഉണ്ടായിരുന്നോ, 6 കൽപാത്രങ്ങളിലേക്ക് വെള്ളം നിറയ്ക്കുവാനായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ അവരിത് വെള്ളം നിറച്ചിട്ട് എന്ത് ചെയ്യേണ്ടത്, വീഞ്ഞല്ലേ തീർന്നു പോയി. ഒത്തിരി ചോദ്യങ്ങൾ ഈ പറഞ്ഞ ഭാഗത്തെല്ലാം അവരിൽ നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള സാഹചര്യം. പക്ഷെ ഒരു ഫോഷ്കനെ പോലെ ഇവരെല്ലാം അനുസരിക്കുവാൻ തയ്യാറായപ്പോഴാ ദൈവപ്രവൃത്തി കാണാനായിട്ട് ഇടയെത്തിരുന്നു. അവിടെ കാണുവാൻ സാധിക്കുന്നു. അവർ ആ കൽപാത്രങ്ങൾ എവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. 7-ാം വാക്യത്തിൽ പറയുന്നു, യേശു അവരുടെ ഈ കൽപാത്രങ്ങൾ വെള്ളം നിറയ്ക്കുമെന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. അവരവിടെ മറുതലിച്ച് നിൽക്കുകയല്ല. വീഞ്ഞല്ലേ തീർന്നു പോയത്, പാത്രം പുറത്ത് കിടക്കുന്നതല്ലേ, ഈ പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് എന്തേ? ഒത്തിരി ചോദ്യങ്ങളൊന്നും അവിടെ വന്നില്ല. അവർ വക്കോളം നിറച്ചു. നിന്നോട് ചിലത് നിറയ്ക്കാൻ പറഞ്ഞ സാഹചര്യങ്ങൾ ഒന്നുമില്ലാതിരിക്കുമ്പോഴും കർത്താവ് നിന്നോട് ചിലത് നിറയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാ, പ്രിയ ദൈവ പൈതലേ, നീ നിറച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ഒരിക്കലും ആ ഒരു നിമിഷം കൊണ്ട് വെള്ളം വീഞ്ഞായി തീരാൻ സാധ്യതയില്ല. നമുക്കറിയാം, ഒത്തിരി പ്രോസസ്സിംഗിൽ കൂടി കടന്നു പോയാൽ മാത്രമേ മുന്തിരിയെ നമുക്ക് വീഞ്ഞാക്കി തീർക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതൊന്നുമല്ല അവിടെ ദൈവത്തിനൊരു വിഷയം. അനുസരിക്കുവാൻ തയ്യാറായി കഴിഞ്ഞപ്പോ, ശുശ്രൂഷക്കാർ അനുസരിക്കുവാൻ തയ്യാറായപ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വെള്ളം വക്കോളം നിറയ്ക്കുവാനായിട്ട് ഇടയെത്തുന്നു. ഇപ്പോ കോരി വിരുന്നുവായിക്ക് കൊണ്ടുപോയി കൊടുക്കുവിൻ എന്നവർ പറഞ്ഞു. ആ വിരുന്നുവാടി പോലും അറിയുന്നില്ല. വെള്ളം കോരിയവർ ശുശ്രൂഷക്കാരല്ല, വിരുന്നുവായി പോലും ഈ കാര്യം അറിഞ്ഞിട്ടില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവായി രുചിച്ചു നോക്കിയപ്പോൾ മണവാണ്ട് വിളിച്ചിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചുവല്ലോ എന്ന് പറഞ്ഞു. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. കർത്താവ് ചിലത് നിറയ്ക്കാൻ പറഞ്ഞ ശൂന്യമാക്കപ്പെട്ടിരിക്കുന്ന അനുഭവത്തിലായിരിക്കാം, ഒന്നും ഇല്ലാതിരിക്കുന്ന അനുഭവത്തിലായിരിക്കാം കർത്താവ് നിന്നോട് ചിലത് നിറയ്ക്കാൻ പറഞ്ഞ. നീ ഒരു ഫോസ്കിനെ പോലെ അതങ്ങ് അനുസരിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിലെ കുറവിനെ ദൈവം നികത്തിത്തരും. നമുക്കറിയാം, ആ ഭവനത്തിനകത്ത് ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ ആ സമൂഹത്തിൽ അവർ നിന്ദിക്കപ്പെടും, പരിഹാസമായി തീരും. പക്ഷേ യേശു കർത്താവിന് വേണ്ടി ഈ ഭവനം തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഭവനം നിന്ദിക്കപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. അവിടെ ഒരു കുറവിനെ മറ്റുള്ളവരുടെ മുമ്പേ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് നിന്നെ ഒരു പരിഹാസമാക്കി തീർക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഏത് അസാധ്യമായ സാഹചര്യത്തിലായിക്കൊള്ളാട്ടെ, കർത്താവ് അതിനെ പരിഹരിക്കുവാനായിട്ടിടയായിത്തീരും. ആ പ്രശ്നത്തെ സോൾവ് ചെയ്യുവാനായിട്ടിടയത്തീരും. അതിനകത്ത് കൂടി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, അവിടെ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ജീവിതത്തിൽ നീ പ്രതീക്ഷിക്കാത്ത ചില ഭാരങ്ങൾ, പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില ഭാരങ്ങൾ, ചില പ്രയാസങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ, ചില കുറവുകൾ കടന്നു വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, അത് നിന്നെ തകർത്ത് കളയുവാനല്ല, അതിനകത്ത് നിന്നെ നിരാശപ്പെടുത്തുവാനോ നിന്നെ നിന്ദയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനല്ല, നിന്റെ ഭവനത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയത്രേ. കാരണം നിന്റെ ഭവനത്തിനകത്ത് കടന്നു വന്നിരിക്കുന്നത് മഹത്വത്തിൽ വസിക്കുന്ന ദൈവമത്രേ. ഹല്ലേലൂയ. അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവേ, കർത്താവ് എവിടെ വന്നിട്ടുണ്ട് അവിടേക്ക് ദൈവത്തിന്റെ മഹത്വം ചലിച്ചിട്ടുണ്ട്, അവിടേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഈ പകൽക്കാലം നീ കർത്താവിന് വേണ്ടി നിന്റെ ഭവനത്തെ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കുറവുകളെ നികത്തുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിന്റെ പോരായ്മ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നിന്റെ കുറവ് എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അതിനെ നികത്തുന്ന ഒരു സർവശക്തനായ ദൈവ. അതേ, നിന്റെ സന്തോഷവേളകളില് പെട്ടെന്ന് നിന്റെ ജീവിതത്തിനകത്ത് പലതും കൊണ്ടുവന്ന് നിന്റെ ലോകത്തിന്റെ മുമ്പാകെ ഒരു പരസ്യമാക്കി തീർക്കുമെന്ന് ശത്രു വാദിക്കുവാനായിട്ടിടയെത്തിരുമ്പോ ശത്രുവിന്റെ തലയെ തകർത്ത കർത്താവ് നിന്റെ ഭവനത്തിനകത്ത് ഉള്ളത് കൊണ്ട് ആ കർത്താവ് അതിനെ സോൾവ് ചെയ്യാം. മൂന്നാമത്, ഒരു വ്യക്തി അറിയുവാൻ ഇടയാകാതെ നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെട്ടു വന്ന ചില വിഷയത്തെ കർത്താവ് ഇന്ന് സോൾവ് ചെയ്യാൻ പോകുക. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് ഇന്ന് നിന്നോട് എന്തോ പറയുന്നുവോ അതിനെ അങ്ങ് ചെയ്യാൻ തയ്യാറാക്കുക. ശുശ്രൂഷക്കാരവിടെ വക്കോളം വെള്ളം നിറച്ചു, അവിടെ മറുതലിച്ച് നിന്നില്ല. അവിടെ ആ ദൈവപ്രവൃത്തി വെളിപ്പെട്ടത് ഒരു ഫോസ്റ്റിനെ പോലെ. ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ നടക്കും, ഇത്ര നാൾ എടുക്കത്തില്ലയോ, ഒരു സാധ്യതയും ഇല്ലല്ലോ, സാഹചര്യങ്ങളില്ലല്ലോ, ഇതൊന്നും നമ്മുടെ ജീവിതത്തെ നോക്കി നിൽക്കാതെ കർത്താവ് ഈ പകൽക്കാലം എന്തു പറയുന്നുവോ
അതിനെ നാം അനുസരിക്കുവാൻ തയ്യാറാകാമോ? മറ്റൊരു ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നു, യേശു കർത്ത കുരുടനായിരുന്ന മനുഷ്യന്റെ കണ്ണിൽ ചേറുണ്ടാക്കിയിട്ട് പോയി ശീലോഹം കുളത്തിൽ കഴുവാൻ പറഞ്ഞു. ആ മനുഷ്യന് അവിടെ പോയി കഴിയപ്പോ സൗഖ്യം പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, കർത്താവിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമോ? ഒരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടണമോ? നാം കർത്താവ് പറയുന്നത് അനുസരിക്കണം. സ്തോത്രം. ഇന്ന് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്, മറ്റുള്ളവർ പറയുന്നതൊക്കെയും നാം എന്ത് വില കൊടുത്തും അനുസരിക്കുവാൻ തയ്യാറും. പക്ഷേ ദൈവം പറയുന്നത് ചില റിസ്ക് ഉള്ള കാര്യമായിരിക്കാം, ഒരു സാധ്യതയും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കാം കർത്താവ് പറയുന്നത്. പക്ഷേ അവിടെയാ ദൈവത്തിന് പ്രവർത്തിപ്പാനായിട്ട് ഉള്ളത്. സ്തോത്ര. മാനുഷ്യമായി പറയുന്ന വാക്കുകൾ നാം അനുസരിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് കർത്താവ് എന്ത് പറയുന്നുവോ ആ വാക്കിന് നാം വലയിറക്കുവാൻ തയ്യാറാക്കുക. ആ വാക്കിന് മുമ്പിൽ ചുവട് വയ്ക്കുവാൻ തയ്യാറാക്കുക. ആ വാക്കിനു മുമ്പിൽ നീ ചലിക്കുവാൻ തയ്യാറാക്കുക. ആ വാക്കിനു മുമ്പിൽ ചില പ്രവൃത്തികൾ ചെയ്യുവാൻ തയ്യാറാക്കുക. അവിടെയാ ദൈവ പ്രവൃത്തിയുടെ കരം നിനക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. 4 കാര്യങ്ങൾ ഞാൻ പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. ഒന്നാമത് ഞാൻ പറഞ്ഞു, സ്തോത്രം, ശിമോൻ പത്രോസ് പറഞ്ഞു, നാഥാ നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം. അതെ, ആ വാക്കിന് വല ഇറക്കുവാൻ തയ്യാറായി കഴിഞ്ഞപ്പോ പരാജയത്തെ ജയമാക്കി ദൈവം കൊടുത്തു. ശൂന്യതയെ ദൈവം മാറ്റിക്കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. തന്നെ ആ രാത്രി തന്നെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാക്കി നിർത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. മറ്റൊന്ന് ഞാൻ പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ച മറിയേത്ത് കർത്താവിന്റെ ദൂതൻ പറഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ ഒരു സമർപ്പണം തന്റെ ജീവിതത്തിൽ ഉണ്ടായി. നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ ഒരു സമർപ്പണം, ഒരു എളിമ, ഒരു താഴ്മ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നപ്പോ തന്റെ മുമ്പിൽ അസാധ്യമാണ്, എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ച വിഷയത്തെ സാധ്യമാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അടുത്ത് ഞാൻ പറയുവാനായിട്ട് ഇടയായിത്തീർന്നു, അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് തന്റെ മകനെ തരാൻ മടിക്കായിക്കൊണ്ട് തന്റെ മകനെ ചോദിക്കുവാനായിട്ട് യഹോവയെ ദൈവം ഇടയായിത്തീർന്നു. ആ ഏകജാതനായി താൻ സ്നേഹിക്കുന്ന മകനെ അതിനെ കൊടുക്കുവാനായിട്ട് തയ്യാറായി കഴിഞ്ഞു നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില മടിയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറണം. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് നിന്നോട് ചിലപ്പോൾ നിന്റെ കരത്തിൽ ഒന്നും ഇല്ലാതിരിക്കുമ്പോഴായിരിക്കാം നീ ഇന്ന വ്യക്തിക്ക് വേണ്ടി സഹായിക്കെന്ന് പറഞ്ഞ് ദൈവം നിന്നോട് പ്രേരണ തരുന്നത്. ഞാൻ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ, ഇത് എന്റെ കൈക്ക് എന്റെ ആവശ്യത്തിന് വച്ചിരിക്കുന്നതല്ലേ എന്നൊരു ചിന്ത നമ്മുടെ മുമ്പിൽ കടന്നു വരും. പക്ഷേ നീ കൊടുക്കാൻ മടിക്കാതെ നീ കൊടുക്കുവാൻ തയ്യാറായ ദൈവം നിന്നോട് പറയുന്നത് എന്ത് കാര്യമായിക്കൊള്ളട്ടെ, അതിന് നീ മടിക്കാതെ കർത്താവിന് കൊടുക്കുവാൻ തയ്യാറായ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ദൈവത്തിന്റെ വാക്ക് കേട്ടിട്ടാണ് നീ മടിക്കാതെ കർത്താവിന് വേണ്ടി കൊടുക്കുന്നുവെങ്കിൽ അതിന്റെ കരുതൽ ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തി തരാം. നീ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നതിന് മുമ്പേ, നീ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഹല്ലേലൂയ കർത്താവിന്റെ കരുതൽ വെളിപ്പെടും. ഹല്ലേലൂയ. ചിലത് നാം മടിക്കാതെ കൊടുക്കണം. പലപ്പോഴും നമുക്കൊരു മടിയുണ്ട്, ഇത് കൊടുത്താൽ എന്ത് ചെയ്യാനാ, ഇത്രയല്ലേ എന്റെ കയ്യിലുള്ളൂ. നോ, കർത്താവ് നിന്നോട് എന്ത് കൊടുക്കാൻ പറയുന്നുവോ, ചിലപ്പോൾ നമുക്ക് ഏറ്റവും വിലപ്പെട്ടതിനെ ആയിരിക്കാം കർത്താവ് കൊടുക്കാൻ പറഞ്ഞത്. അതിന് കർത്താവിന്റെ കരത്തിൽ നമുക്കൊന്ന് കൊടുക്കാമോ? ആ കൊടുക്കുവാനായിട്ട് ഇടയായിത്തീരുമ്പോ അവിടെ എന്ത് ചെയ്യുന്നു? കർത്താവിന്റെ കരുതൽ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. 4ാമത് ഞാൻ പറയുവാനായിട്ട് ഇടയായിത്തീർന്നു, യേശു കർത്താവിന്റെ അമ്മ ശുശ്രൂഷക്കാരോട് പറയുന്നുണ്ട്, അവൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കുക. അപ്രകാരം യേശു കർത്താവ് പറഞ്ഞതനുസരിച്ച് പാത്രത്തിന്റെ വക്കോളം നിറച്ച ഒരു ശുശ്രൂഷക്കാരുണ്ട്. അവരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ വെള്ളം വീഞ്ഞായി തീർന്നു. ആ ഭവനം ദൈവത്തിന്റെ മഹത്വമുള്ള ഭവനം, മഹത്വം വെളിപ്പെട്ട കർത്താവിന്റെ ആദ്യത്തെ അത്ഭുതം നടന്ന ഭവനമായിട്ട് ഇന്ന് ഞാനും നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിനകത്ത് ഏത് മേഖലയ്ക്കകത്താണ് കടന്നു പോകുന്നത്? പരാജയത്തിന്റെ ഒരു അനുഭവത്തിലാണോ നിൽക്കുന്നത്? ഒരിക്കലും സാധ്യമാകാൻ പറ്റാത്ത വിഷയത്തിന്റെ നടുവിലാണോ നിൽക്കുന്നത്? ഹല്ലേലൂയ. ഒരു നിന്ദിക്കപ്പെടുന്ന അനുഭവത്തിൽ പെട്ടെന്ന് കടന്നു വന്ന ചില കുറവിന്റെ നടുവിലാണോ ആയിരിക്കുന്നത്? കർത്താവ് നിന്നോട് പറഞ്ഞ ചില വാക്കിന്റെ മുമ്പിലാണോ നിൽക്കുന്നത്? ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, കർത്താവിന്റെ വാക്കിന് മുമ്പിൽ ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറാകാമോ?
കർത്താവിന്റെ വാക്കിനെ ഒന്ന് അനുസരിക്കുവാൻ തയ്യാറാകാമോ? കർത്താവിന്റെ വാക്കിന് മുമ്പിൽ ഒന്ന് നിന്നെ ഏൽപ്പിക്കപ്പെടുവാൻ തയ്യാറാകാമോ? മടി കൂടാതെ വണ്ണം കർത്താവിന്റെ വാക്കിനെ നിനക്ക് അനുസരിക്കുവാൻ കഴിയുമോ? അവിടെ ദൈവത്തിന്റെ കരം ചലിക്കും. ഇവിടെ ഈ 4 ഭാഗത്തും നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അവർ അനുസരിക്കുവാൻ തയ്യാറായപ്പോ പിന്നെ ഒത്തിരി ടൈം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അങ്ങനെ നീ ഇന്ന് അനുസരിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിലും ഈ 2024 ലാസ്റ്റ് ടൈമിൽ വന്നിരിക്കുമ്പോ ദൈവം കഴിഞ്ഞ നാളുകളിൽ നിന്നോട് പറഞ്ഞത്, നീ മടി വിചാരിച്ച് മാറ്റി നിർത്തിക്കാണും. ഇതെങ്ങനെ സാധിക്കുമെന്ന് വിചാരിച്ച് ചിലപ്പോൾ മാറ്റി നിർത്തിക്കാണും. പക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം നീ ഒന്ന് അനുസരിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, ആ കർത്താവിന്റെ വാക്കിന് മുമ്പേ നിന്നെ ഒന്ന് സമർപ്പിക്കുവാൻ, ആ വാക്കിന് മുമ്പേ ഒന്ന് വലയിറക്കുവാൻ നീ തയ്യാറാകുന്നുണ്ടെങ്കിൽ, ഈ പകൽക്കാലം ദൈവപ്രവൃത്തി വെളിപ്പെടും. നീ ദൈവപ്രവൃത്തി കാണുന്ന പകൽക്കാലം അത്രേ. ചില സാധ്യമല്ല എന്ന് പറഞ്ഞ വിഷയങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് സാധ്യമാകുവാനായിട്ട് ഇടയായിത്തീരും. ചില ശൂന്യതകൾ കർത്താവ് ചിലരുടെ ഭവനത്തിനകത്തുനിന്ന് ഈ പകൽക്കാലം എടുത്തു മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. നീ മറ്റുള്ളവർക്ക് ഒരു ശൂന്യത അനുഭവിക്കുന്ന വ്യക്തിയല്ലേ? മറ്റുള്ളവർക്ക് പരാജയം അനുഭവിക്കുന്ന ഒരു വ്യക്തിയല്ലേ? നിന്നെ ജയമാക്കി തീർക്കുന്ന ഒരു കർത്താവ്, അതേ ജയോത്സവമായി നടത്തുന്ന ഒരു കർത്താവ്. ഈ പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ ജീവിതത്തെ മാറ്റുവാൻ കർത്താവിന് കഴിയാം. നിന്റെ ജീവിതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ലോകം അറിയുവാനായിട്ട് ഇടയായിത്തീരും. അതേ സ്തോത്ര, കാനാവിലെ കല്യാണ വീട്ടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടപ്പോ ലോകം അറിയുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്നും ദൈവവചനം എവിടെയൊക്കെയും പറയുന്നുവോ അവിടേക്ക് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ട ഭവനമെന്ന് അറിയുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി ദൈവം വെളിപ്പെടുത്തിയ ലോകം അറിയുവാനായിട്ട് ഇടയായി തീരും. നിന്റെ പരാജയത്തെയോ നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന കുറവിനെ അല്ല ലോകം അറിയാൻ പോകുന്നത്, നിന്റെ ജീവിതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടുവെന്ന്. അങ്ങനെ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇപ്പോൾ കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഞാൻ കർത്താവിന്റെ ദാസേ, നിന്റെ ഹിതം പോലെ എന്റെ ജീവിതത്തിനകത്ത് ഭവിക്കട്ടെ. ഇവിടെ 4 ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു അനുസരണ. അങ്ങനെ ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ ഒരു അനുസരണ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമത്രേ. ആ ഒരു അനുസരണയോടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാം. ചില ദൈവിക പ്രവൃത്തികൾ ഹല്ലേലൂയ ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്നോപ്പാ. ഈ ശബ്ദം ശ്രവിക്കുന്ന നമ്മുടെ ജനത്തെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നോപ്പാ. 2024 ഒടുവിൽ നിൽക്കുമ്പോ കർത്താവേ, എന്റെ ജീവിതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്നുള്ള ആഗ്രഹത്തോടെ നിൽക്കുന്നവരോട് കർത്താവേ ഈ പൽക്കാലം സംസാരിച്ചതിനായി സ്തോത്ര. അവരോട് കർത്താവ് എന്ത് പറയുന്നുവോ അതൊരു പോസ്റ്റിനെ പോലെ അനുസരിക്കുവാൻ, മടി കൂടാതെ വണ്ണം ചെയ്യുവാൻ, ആഴത്തിലേക്ക് വല ഇറക്കുവാൻ, കർത്താവെ അങ്ങയുടെ ഹിതം പോലെ ഭവിക്കട്ടെ എന്ന് പറയുവാൻ, വക്കോളം നിറയ്ക്കേണ്ട മേഖലകൾ നിറയ്ക്കപ്പെടുവാൻ, അങ്ങയുടെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി അവർ ഒരുക്കപ്പെടുവാൻ യേശുവിന്റെ നാമത്തിലിടയാക്കട്ടെ. അപ്പാ അതിനെതിരായി നിൽക്കുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും പ്രതികൂല ശക്തികളാ അതിനെതിരായി വെല്ലുവിളിക്കുന്ന ഇവർക്കെതിരായി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരുവാൻ ഇടയാകാതെ വേണ്ട. ഇവർക്ക് ചിലത് അനുസരിക്കുവാൻ കഴിയാതോണ ഇവരെ മനസ്സുകളെ മുരടാക്കി കളയുന്ന ചില മാനുഷിക വാക്കുകളെയൊക്കെ യേശുവിന്റെ നാമത്തിൽ പൽക്കല ക്യാൻസൽ ചെയ്യുന്നു. ദൈവപ്രവൃത്തിക്കായി ഇവരെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ 2024 തീരുന്നതിന് മുമ്പേ ഈ ശബ്ദം കേൾക്കുന്നവരുടെ മേൽ അസാധാരണമായിരിക്കുന്ന ചില ദൈവിക പ്രവൃത്തികൾ വെളിപ്പെടട്ടെ. ഇവരുടെ പരാജയങ്ങൾ ജയമായി തീരട്ടെ, കരുതലുകൾ വെളിപ്പെടട്ടെ, ശൂന്യതകൾ മാറട്ടെ. കർത്താവെ, ആത്മീയത്തിൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ, നിറയ്ക്കട്ടെ. ചിലത് അങ്ങോട്ട് കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് രക്തത്താൽ മുദ്രയിട്ട് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ കൂടെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്ര മഹത്വം അങ്ങയ്ക്കായി തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേ, ആമേ, ആമേ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.